ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സ്കൂൾ വിട്ടിരുന്ന മക്കൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കാണുമ്പോൾ പക്കവട പോലെ തോന്നുമെങ്കിലും പക്കവടയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ടേസ്റ്റ് കൂടാനായിട്ട് നമ്മളിതിലേക്കൊരു സ്പെഷ്യൽ ചേരുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കിയിട്ട് മക്കൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവോള ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ തയ്യാറാക്കി എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒരു സവോള എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 2 കറിവേപ്പില ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുളക് പൊടി നല്ല എരിവുള്ളതായതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കൂടെ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു മുളക് കടിക്കാതെ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി കുഴച്ചെടുക്കണം. നല്ല പോലെ ആ ഒരു ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ആദ്യം ഇതുപോലെ നന്നായിട്ട് സവാള തിരുമ്മി കുഴച്ചെടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് സവാളയിൽ നിന്നുള്ള വെള്ളം കൂടെ ആകുമ്പോൾ അത് കൂടിപ്പോവും. അതുകൊണ്ടാണ് ഇതുപോലെ നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടലപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒന്നും വെള്ളം ചേർത്ത് കൊടുക്കരുത്, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനിയാണ് നമുക്ക് ഇതിലേക്ക് സ്പെഷ്യൽ ചേരുവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്രെഡ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ബ്രെഡ് ചെറിയ മധുരമൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്മി പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലിട്ടിട്ട് ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കരുത്. ഇപ്പോൾ ഇവിടെ ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഇതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കും. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ അവസാനം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടിപ്പോവും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, അത്രയും മതിയാവും. ഇനി നല്ല പോലെ മിക്സ് ചെയ്ത് ഇതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മൾ പക്കോട തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പക്ഷേ ടേസ്റ്റിൽ നല്ല വ്യത്യാസമാണ് കേട്ടോ. നമ്മൾ ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ബ്രെഡിൻ്റെ ഒരു ചെറിയ മധുരം കൂടെ ആകുമ്പോൾ ഈ ഒരു പക്കോട നല്ല ടേസ്റ്റാണ്. അപ്പോൾ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഇട്ട് കൊടുക്കുക. ഇട്ട ഉടനെ ഇളക്കി കൊടുക്കരുത്, അപ്പോൾ അത് പൊടിഞ്ഞു പോകും. കുറച്ചൊന്ന് മൊരിഞ്ഞ് വന്ന ശേഷം മാത്രം ഇളക്കി കൊടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് ഇതുപോലെ വറുത്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവണ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്